السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 7 ഉപദേശങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. അടുത്തതായി അദ്ദേഹം തന്നെ പറയാണ്, വഅമറനി അൻ അഖൂല ബിൽ ഹഖ് വഇൻ കാന മുറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, അൻ അഖൂല ബിൽ ഹഖ്, ഞാൻ സത്യം പറയാൻ വേണ്ടി, വഇൻ കാന മുറ, അത് എത്ര കയ്പുള്ളതാണ് എങ്കിലും, എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസകരമാണ് എങ്കിലും അവിടെ കളവ് പറയാതിരിക്കാൻ വേണ്ടി, സത്യം പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിക്കുകയുണ്ടായി എന്ന് അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വബിബൈത്തിൻ ഫി വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ. ഒരു മനുഷ്യന് അള്ളാഹു സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു ഭവനം നൽകാമെന്ന് പറഞ്ഞു. ആർക്കാണത്? ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ. തമാശക്കാണെങ്കിൽ പോലും കളവ് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. കളവ് ഒഴിവാക്കിയ മനുഷ്യന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം നൽകുമെന്ന കാര്യത്തിൽ ഞാൻ ജാമ്യം നിൽക്കാമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു രൂപം, വഇൻ കാന മുർറൻ, ഒരു ഹക്ക് പറയുന്ന സമയത്ത് അത് വളരെയധികം കയ്പുള്ളതാണ് എങ്കിലും, എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെടുന്നതാണ് എങ്കിലും നീ എന്ത് ചെയ്യണം? അത് പറയണം. അത് നമ്മുടെ കച്ചവടത്തിൻ്റെ മേഖലയിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിൻ്റെ മേഖലയിലാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, നമ്മളൊരു ഹക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖാന്തരം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നേക്കാം. എന്ത് തന്നെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യണം? അവിടെ ഹക്ക് പറയണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരാൾ കളവ് പറയുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ അയാൾക്ക് നാളെ സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു ഭവനത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.